ഹായ് മക്കളെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പരീക്ഷയുടെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റാക്കുന്ന വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഞാൻ ജയ്സൽ എജുപോർട്ടിനോടൊപ്പം. സെറ്റാണല്ലോ മക്കളെ, സെറ്റാണല്ലോ. പനിനീർപ്പൂവ് യൂണിറ്റ് 1 ആദ്യത്തെ ചാപ്റ്ററാണ് ഇത്, പനിനീർപ്പൂവ്. അതാണ് നമ്മൾ സെറ്റാക്കുന്നത്. നോക്കുക, കവിത എഴുതിയിരിക്കുന്ന ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ ഈ കവിതാഭാഗം ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇപ്പം വിശദീകരിക്കില്ല. നേരെ പാഠഭാഗത്തിൻ്റെ ആശയം നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. നേരെ ചോദ്യോത്തരം എന്ത് ചെയ്യും, അങ്ങോട്ട് തരും. കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, കൈപ്പിടിയിൽ ഒതുക്കുന്നു. നോക്കുക, മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലെ താമരശ്ശേരി എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൾ എന്നീ കവികൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ശ്രദ്ധേയമായി. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നു. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആധുനിക കവിത്രയം. അങ്ങനെ നോക്കുമ്പോൾ ഉള്ളൂർ ഏത് കവിത്രയത്തിൽപ്പെട്ട ആളാണ്? ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉള്ളൂർ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ്. സെറ്റ്. സാഹിത്യ ചരിത്രത്തിൽ ഇവർ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നു. സാഹിത്യ ചരിത്രത്തിൽ ഇവർ എന്തറിയപ്പെടുന്നു? ആധുനിക കവിത്രയം. കവി എന്നതിനു പുറമെ സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ ഉള്ളൂർ പേരെടുത്തിരുന്നു. സെറ്റ്. പാഠസംഗ്രഹത്തിലേക്ക് വരാം നമുക്ക്. ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് പനിനീർപ്പൂവ്. ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് പനിനീർപ്പൂവ്. നാളെയോടുകൂടി താഴെ വീഴാൻ പോകുന്ന ഒരു പൂവിൻ്റെ ജീവിതം ഒട്ടും ചെറുതല്ലെന്നും ആ ജീവിതത്തിനിടയിലും ലോകത്തെ അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കാനും മഹനീയമായ ചടങ്ങുകളിൽ അലങ്കാരമാക്കുവാനും ദേവതമാർക്ക് അർച്ചിക്കുവാനും ഉപകാരപ്പെടുന്നതിൻ്റെ മഹത്വത്തിൻ്റെ ഉടമയാണ് അവരെന്നും പറയുന്നതിലൂടെ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നവർക്ക് പോലും ഭൂമിയിൽ പരിമളം പരത്താൻ സാധിക്കുമെന്ന് പനിനീർപ്പൂവിലൂടെ ഉള്ളൂർ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? നാളെയോട് കൂടി താഴെ വീഴാൻ പോകുന്ന ഒരു പൂവിൻ്റെ ജീവിതം അതൊട്ടും ചെറുതല്ല എന്നും ആ ജീവിതത്തിനിടയിലും ആ പൂവ് വിരിഞ്ഞ് വീഴുന്നതിനിടയിലും ലോകത്തിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാനും മഹനീയമായ ചടങ്ങുകളിൽ അലങ്കാരമാകുവാനും ദേവതമാർക്ക് അർച്ചിക്കുവാനും ഉപകാരപ്പെടുന്ന ഉടമയാണ് അവരെന്നും പറയുന്നതിലൂടെ ഭൂമിയിൽ ഏറ്റവും നിസ്സാരമായ വസ്തുക്കൾക്ക് പോലും പരിമളം പരത്താൻ സാധിക്കുമെന്ന് ഈ കവിതയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതമാകുന്ന വാടിയിൽ, ജീവിതത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഏതൊരു മനുഷ്യജീവിക്കും അവൻ്റേതായ ഇടമുണ്ട്. ഭൂമിയിൽ ആരും ഒന്നും എന്തല്ല, നിസ്സാരമല്ല. സ്ഥിതി സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മഹത്തായ ഇടം. ഏവർക്കും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കർമ്മധീരത തന്നെയാണ് ഭൂമിയെ സ്വർഗമാക്കുന്നത്. സെറ്റ്. ഒന്നിനെയും പുറമോടി കണ്ടല്ല വിലയിരുത്തേണ്ടത്. പ്രധാനപ്പെട്ട ആശയതാണ്. ഒന്നിനെയും പുറമോടി കണ്ടല്ല വിലയിരുത്തേണ്ടത്. ആരെയും ഒന്നിനെയും നിസ്സാരമായി തള്ളരുത്. തൻ്റെ ആദ്യ നിഗമനങ്ങൾ തെറ്റായിരുന്നുവെന്ന് കവി തിരിച്ചറിയുന്നു. പനിനീർപ്പൂവിൻ്റെ വ്യക്തിത്വവും മഹത്വവും തിരിച്ചറിയുന്നതിലൂടെ താനാണ് ബുദ്ധിഹീനനെന്ന് കവി തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നു. പൂവിനെ മാത്രമല്ല, മനുഷ്യരെ ആകമാനമാണ് കവിത ഉൾക്കൊള്ളുന്നത് എന്ന ചിന്ത മനസ്സിലാക്കേണ്ടതാണ്. സെറ്റ്. ആദ്യത്തെ ചോദ്യം നോക്കുക. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ്റെ ദേവതമാർ. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ്റെ ദേവതമാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിനാലാണ് പൂക്കളെ ദേവതമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിനാലാണ് പൂക്കളെ ദേവതമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. ഉപയോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ ഉദ്യാനങ്ങളായി മാറുന്നു. അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു.
ദൈവിക സാന്നിധ്യത്തിന് ശുഭസൂചകമെന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നിസ്വാർത്ഥ സേവനം, സൗന്ദര്യം, പവിത്രത, ആനന്ദം നൽകുവാനുള്ള കഴിവ്, ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തിവിശേഷം എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നുവെന്ന് കവി കണ്ടെത്തുന്നു. സെറ്റാക്കിക്കൊള്ളുക. പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിനാലാണ് പൂക്കളെ ദേവതമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. ഉപയോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ പൂന്തോട്ടങ്ങളായി മാറുന്നു. അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു. ദൈവിക സാന്നിധ്യത്തിന് ശുഭസൂചകമെന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നിസ്വാർത്ഥ സേവനം, സൗന്ദര്യം, പവിത്രത, ആനന്ദം നൽകുവാനുള്ള കഴിവ്, ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തിവിശേഷം എന്നിവയാൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നുവെന്ന് കവി കണ്ടെത്തുന്നു. നോക്കുക, സ്വതേ മനുഷ്യൻ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. ഉറൂബ്: ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ, ഒന്നല്ല കയ്യഹരചിച്ചത് നമ്മയെല്ലാം. കുമാരനാശാൻ: നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ, ചൊന്നതോമനെ മാപ്പു നൽകൂ. ഉള്ളൂർ: ഇങ്ങനെ ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സ്ഥാനവും സൗന്ദര്യവും ഉണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് അഭിപ്രായം തയ്യാറാക്കുക. നോക്കുക, ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം ആന്തരിക സൗന്ദര്യമാണ് അംഗീകരിക്കപ്പെടേണ്ടതെന്ന് ഉറൂബ് അഭിപ്രായപ്പെടുന്നു. പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല നമ്മൾ നോക്കേണ്ടത്, മനസ്സിൻ്റെ സൗന്ദര്യമാണ് നോക്കേണ്ടതെന്ന് ഉറൂബ് അഭിപ്രായപ്പെടുന്നു. പൂവിനുള്ളതുപോലെ മനുഷ്യനും പ്രകൃതിയ സൗന്ദര്യവും മൂല്യവും ഉണ്ട്. ഇനി ആശാന്റെ വരികളിൽ സാഹോദര്യത്തെയും സർവചരാചരങ്ങളിലുള്ള സമഞ്ജസ ഭാവത്തെയും കുറിക്കുന്നു. ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് എന്ന തത്വം ഉള്ളൂര് പനിനീർ പൂവിലൂടെ പറഞ്ഞുറപ്പിക്കുന്നു. ഉള്ളൂരിൻ്റെ വരികളിൽ തെറ്റായ വിലയിരുത്തലിൻ്റെ മേലുള്ള കവിയുടെ പശ്ചാത്താപമാണ് സൂചിതമാകുന്നത്. നിന്റെ ജീവിതം മോശമാണെന്ന് കവി പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു. നിന്ദയിൽ നിന്നും വാത്സല്യം ജനിപ്പിക്കുന്ന ആർദ്ര ചിന്ത കവി ഹൃദയത്തിൽ സംഭവിച്ചതായി കാണാം. പൂവിൻ്റെ ജീവിതം ലക്ഷ്യപൂർണ്ണവും സൗന്ദര്യപൂർണ്ണവുമാണെന്ന് കവി തിരിച്ചറിയുന്നു. തെറ്റുന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർ പൂവിനെക്കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക? തെറ്റുന്നു വീണ്ടും ആ പൂവിനോടേതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? നോക്കുക, ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള സൂക്ഷ്മാർത്ഥ ചിന്തകൾ കൂടിയാണ്. പനിനീർ പൂവിനോടുള്ള ആത്മാഖ്യാനത്തിലൂടെ തൻ്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റത്തെ കവി അവതരിപ്പിക്കുന്നു. പൂവിൻ്റെ ക്ഷണികമായ ജീവിതം, പെട്ടെന്ന് നശിച്ചു പോകുന്ന ജീവിതവും, നാളെ അത് പാഴ്മണ്ണിൽ അവസാനിക്കുന്നതിലെ പുച്ഛവും കവി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നീ എന്തിനാ എത്ര മാത്രം ചിരിക്കുന്നത്? നാളെ മണ്ണിൽ വീണ് നശിക്കാനുള്ളതല്ലേ? തലയാട്ടിക്കൊണ്ട് കവിയുടെ തെറ്റിദ്ധാരണയെ തിരുത്തുന്ന സൗമ്യ പ്രതികരണമാണ് പൂവ് പങ്കുവെക്കുന്നത്. പൂവിൻ്റെ സൗന്ദര്യം മുഴുവനായി ലോകത്തിന് നൽകുന്ന നന്മ കാണാതെ അതിൻ്റെ നാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച വികലത ഓർത്താണ് കവി തന്നെ ബുദ്ധിഹീനനെന്ന് വിശേഷിപ്പിക്കുന്നത്. തുടർന്ന് കവി ക്ഷമാപണം നടത്തുകയും മഹത്വം തിരിച്ചറിയുന്നുമുണ്ട്. സെറ്റ്. ക്ഷണികമെങ്കിലും അർത്ഥപൂർണമായ ജീവിതത്തിന് ഉടമകളാണ് പൂക്കളെന്ന് കവി മനസ്സിലാക്കുന്നു. പനിനീർ പൂവിൽ കവിത ആരംഭിച്ച് പിന്നീട് സർവ്വചരാചരങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമായി പൂവ് മാറുന്നു. അങ്ങനെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഇടമുണ്ടെന്നും ക്ഷണികമെങ്കിലും സാർത്ഥകമായ ജീവിത കർമ്മങ്ങളിലൂടെ നാം എല്ലാം പനിനീർ പൂക്കളാണെന്നുമുള്ള വിശാലമായൊരു കാഴ്ചപ്പാട് ഈ കവിതയിലുണ്ട്. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും, പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. വരികൾ ചൊല്ലി നോക്കൂ. കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത്. പനിനീർപ്പൂവ് എന്ന കവിതയിലെ വരികൾ കാവ്യാസ്വാദനത്തിന് മാറ്റു പകരുന്നുണ്ട്. കാറ്റിലാടുന്ന പൂക്കളെയും അതിനൊപ്പം പാടുന്ന വണ്ടുകളെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരു മനോഹര ചിത്രം നമ്മുടെ മനസ്സിനകത്ത് വരുന്നു. അതുപോലെ പൂക്കളുടെ നൃത്തവും വണ്ടുകളുടെ ഗാനവും ചേരുമ്പോൾ പ്രകൃതിയുടെ സംഗീതത്തിന് അഴക് വർദ്ധിപ്പിക്കുന്നു. ഈ വരികൾ പൂക്കൾ തലമുടിയിൽ അണിയുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തെ എടുത്തു കാട്ടുന്നു.
പനിനീർപ്പൂവ് എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി എന്നിവ ഉൾപ്പെടുത്തി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം. പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യന് പ്രദാനം ചെയ്യുന്ന സന്തോഷത്തെയും നന്മയെയും മഹത്വ ചിന്തയെയും കുറിക്കുന്ന ഉള്ളൂരിൻ്റെ കവിതയാണ് പനിനീർപ്പൂവ്. മനോഹരമായ പനിനീർപ്പൂവിനോട് പരിഹാസ രൂപേണ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ അമരുന്ന ചോദ്യത്തോടെയാണ് കവിത എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. സൗമ്യമായ തലയാട്ടലിലൂടെ കവിയുടെ രൂക്ഷ പ്രതികരണത്തെ തിരുത്തുന്ന ശുഭസൂചകമായ മറുപടിയാണ് പൂവ് നൽകുന്നത്. ഇത് കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. പൂക്കൾ കേവലം സൗന്ദര്യ വസ്തുക്കൾ മാത്രമല്ലെന്നും അവ ഭൂമിക്ക് ഐശ്വര്യം ചാർത്തുന്ന ദേവതമാരോട് ഉപമിച്ച് പ്രണമിക്കുന്നുണ്ട് അവസാനം കവി. ഉള്ളൂരിൻ്റെ കവിതകളിലെ പ്രധാന സവിശേഷതകൾ ഒന്നാണ് ശബ്ദഭംഗി. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും എന്ന വരികളിലും കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ, ഈ വരികളിലൊക്കെ ഇവിടെ പാടുന്ന വണ്ടുകൾക്കൊപ്പമായി ആടുന്ന നിങ്ങളെ ആർ മറക്കും, അല്ലേ? ഡുന്ന എന്ന് പറയുന്ന ആവർത്തിക്കുന്ന, അതുപോലെ കല്യാണം ആവർത്തിക്കുന്ന, ഈ വരികളിലെ ആവർത്തനത്തിൻ്റെ ഭംഗി നമുക്ക് കാണാം. മാൺപഴും ചെമ്പനീർ പൂവ് എന്ന പ്രയോഗം പൂവിൻ്റെ സൗന്ദര്യത്തെയും മഹനീയതയെയും എടുത്തു കാട്ടുന്നുണ്ട്. പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണേശ്വരിയെ പോലെയാണ് എന്നാണ് ആരംഭിക്കുന്നത്. പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണേശ്വരിക്കൊപ്പമാണ് എന്ന ഉപമയിലൂടെ നിസ്വാർത്ഥ ജീവിതമാണ് പൂക്കളുടേത് എന്ന് കവി അടയാളപ്പെടുത്തുന്നുണ്ട്. ഭൂമിക്ക് മഹത്വം നൽകുന്ന പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവീക സൗന്ദര്യവും പൂക്കളിലുണ്ടെന്ന് ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഉള്ളൂരിൻ്റെ പനിനീർപ്പൂവ് കേവലം പൂവിൽ മാത്രമായി പരിമിതപ്പെടാതെ ജീവിതത്തിൻ്റെ അർത്ഥവും നശ്വരതയും പ്രകൃതി മഹാത്മ്യവും വിളംബരം ചെയ്യുന്ന ദാർശനിക കാവ്യം കൂടിയായി മാറുന്നുണ്ട്. സെറ്റാണല്ലോ? പാഠഭാഗം വായിക്കുക, സെറ്റാക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.